കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനം കഴിഞ്ഞിട്ടും അവർ മലയിറങ്ങിയിരുന്നില്ല. ശബരിമലയുടെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട് കാണാവുന്ന പ്രദേശങ്ങൾ നോക്കി വനത്തിലെ അടിക്കാടുകൾ തെളിയിച്ച് പർണശാലകൾ കെട്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. മകരവിളക്കിൻ്റെ മഹാജ്യോതി തെളിയുന്നതും കാത്ത്. കലികാല ദോഷങ്ങൾക്ക് പരിഹാരമായി പരശുരാമൻ ധർമ്മശാസ്താവിനെ കാരണമധ്യത്തിൽ പ്രതിഷ്ഠിച്ച ധന്യമുഹൂർത്തത്തിൽ നാരകാദി ദേവതകൾ കാനനദീപം തെളിയിച്ചു എന്നാണ് ഐതിഹ്യം. സത്യമായ പൊന്ന് 18-ാം പടിയെ ശരണം എന്ന് വിളിക്കുന്നത് 5 അടി നീളം, 9 ഇഞ്ച് വീതി, 9 ഇഞ്ച് പൊക്കം. ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പടികളിലൂടെ കയറി വേണം കോടാനുകോടി ഭക്തന്മാർ ദർശനത്തിന് ഈ ശ്രീകോവിലിന് മുമ്പിലേക്ക് എത്തേണ്ടത് എന്നതാണ്. കലികാല ദോഷങ്ങൾക്ക് പരിഹാരമായി പരശുരാമൻ ധർമ്മശാസ്താവിനെ കാനനമധ്യത്തിൽ പ്രതിഷ്ഠിച്ച ധന്യമുഹൂർത്തത്തിൻ്റെ കഥ ശരണഘോഷങ്ങളുടെ അകമ്പടിയോടെ ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വന്നു. വെളിച്ചപ്പാടിൻ്റെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് പ്രധാന പേടകം അകത്തേക്ക് കൊണ്ടുപോയി തുറന്ന് തിരുവാഭരണങ്ങൾ അയ്യനെ അണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 18-ാം പടിക്ക് താഴെ ജനങ്ങളുടെ വലിയ സഞ്ചയനം കാണാം. എന്നാൽ ഈ സമയം പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നില്ല. ഇത് നേരത്തെ മരക്കൂട്ടം, ശരംകുത്തി ഭാഗങ്ങളിൽ തമ്പടിച്ചിരുന്നവരാണ്. അവരാണിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ദീപാരാധന കഴിയുമ്പോൾ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപ്പന്തലിൽ വലിയ ക്യൂ ഉണ്ടായിരിക്കുന്നത്. നോക്കുക, പുഷ്പക വിമാനത്തിൽ ഈശ്വരന്മാർ വന്ന് തൽപ്പമൊരുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സൂര്യൻ മറയാൻ പോലും വൈകുന്നു. കാനനവാസൻ സർവാഭരണ വിഭൂഷിതനായി കണ്ടതിന് ശേഷം മറയാം. സംക്രമ സന്ധ്യകൾ സിന്ദൂരം ചാർത്തുകയാണ്. ഇതാണ് ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതിന് വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഒരു തീർത്ഥാടന കാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ഒരു പുണ്യമുഹൂർത്തത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏത് മലയാളിയുടെയും അഭിമാനമാണ് ശബരിമല. മലയാളക്കരയുടെ ആത്മീയ ഔന്നത്യമാണ് ശബരിമല. ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണിപ്പോൾ കാണുന്നത്. 18-ാം പടിക്ക് താഴെ ഭക്തജനങ്ങൾ നിരനിരയായി നിൽക്കുകയാണ്.
അതാ അങ്ങ് മകരജ്യോതി ദൃശ്യമായി. ദീപാരാധന കഴിഞ്ഞു. 2 വട്ടം വളരെ വ്യക്തമായി മകരജ്യോതി ദൃശ്യമായി കഴിഞ്ഞു. ശങ്കരനാരായണ പുത്രനായി പിറന്ന് പന്തളം രാജകൊട്ടാരത്തിൽ മൂന്നാമത്തെ തവണ അതാ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാനെ ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥം. താപസവേഷധാരിയായ കാനനവസൻ സർവാഭരണ വിഭൂഷിതനായി അതാ ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ ശരണമയ്യപ്പ കാത്തിരുന്ന പുണ്യമുഹൂർത്തം.